വാസ്തവത്തിൽ വളരെ ഗുരുതരമായ ഒരു കൃത്യവിലോപം സർവകലാശാലയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു. ഇതിന് മുഴുവനും ഉത്തരവാദി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ്. തൊട്ടടുത്ത ആർ ബിന്ദുവിൻ്റെ ഒരു പത്ര സ്റ്റേറ്റ്മെൻ്റ് കൂടെ ഉണ്ടായിരുന്നു, ചരിത്ര വിജയം. ഒരു കാര്യം വ്യക്തമാകുന്നത്, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ മാർക്കുകൾ മുഴുവനും കൈകാര്യം ചെയ്യുന്നത് ഇനി MKCL യൂണിവേഴ്സിറ്റിയുടെ ഡേറ്റ അസാപ്പിനോ അല്ലെങ്കിൽ MKCLനോ കൈമാറാൻ പറയാൻ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന് എന്ത് അധികാരമാണുള്ളത്? നമസ്കാരം. കണ്ണൂർ സർവകലാശാലയുടെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ഫലം യൂണിവേഴ്സിറ്റി പോലും അറിയാതെ പുറത്തു വന്നിരിക്കുകയാണ്. സത്യത്തിൽ ഈയൊരു സംഭവത്തിന് പിന്നാലെ പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യം, നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ചുമതല മറ്റേതെങ്കിലും മാഫിയകൾക്ക് തീരെഴുതി കൊടുത്തോ എന്നുള്ള ചോദ്യമാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗമായിരുന്ന RS ശശികുമാർ സാറാണ്. സാർ നമസ്കാരം. കണ്ണൂർ സർവകലാശാലയുടെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ഫലം യൂണിവേഴ്സിറ്റി പോലും അറിയാതെ പുറത്തു വന്നിരിക്കുകയാണ്. സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ എന്താണ് നടക്കുന്നത്? എന്താണ് താങ്കളുടെ അഭിപ്രായം? വാസ്തവത്തിൽ കണ്ണൂർ സർവകലാശാല അറിയാതെ 4 വർഷ ബിരുദ കോഴ്സിൻ്റെ ഒന്നാം സെമസ്റ്ററിൻ്റെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് വാസ്തവത്തിൽ വളരെ ഞെട്ടലോടുകൂടി മാത്രമേ കേൾക്കാൻ കഴിയുന്നുള്ളൂ. ഒരു സർവകലാശാലയുടെ ഫലം പ്രസിദ്ധീകരിക്കേണ്ടത് സർവകലാശാല ചട്ടമനുസരിച്ച് സർവകലാശാലയുടെ ബോർഡുണ്ട്, പരീക്ഷാ ബോർഡാണ്. പരീക്ഷാ ബോർഡ് അത് മോഡറേഷൻ ഉൾപ്പെടെ കൊടുക്കണമെന്ന് തീരുമാനിച്ചതിന് ശേഷം സിൻഡിക്കേറ്റാണ് റിസൾട്ട് അംഗീകരിക്കേണ്ടത്. അതിനുശേഷമാണ് റിസൾട്ട് എല്ലാ സർവകലാശാലയും പ്രസിദ്ധീകരിക്കുന്നത്. കണ്ണൂർ സർവകലാശാലയുടെ ആക്ടിനകത്തും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് സർവകലാശാല വൈസ് ചാൻസലർ പോലും അറിയുന്നത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജിലുള്ള പ്രിൻസിപ്പൽമാരുടെ സൈറ്റിലേക്ക് റിസൾട്ട് വന്നതിന് ശേഷമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല പ്രിൻസിപ്പൽമാരും കുട്ടികൾക്ക് മാർക്ക് ഫോർവേഡ് ചെയ്യുന്നു, സ്വാഭാവികമാണ്. അതിനുശേഷമാണ് സർവകലാശാല റിസൾട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് പ്രഖ്യാപിക്കുന്നത്. വാസ്തവത്തിൽ വളരെ ഗുരുതരമായ ഒരു കൃത്യവിലോപം സർവകലാശാലയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു. ഇതിനു വേണ്ടി ഉണ്ടാക്കിയ MKCL എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഇതിന് മുഴുവനും ഉത്തരവാദി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ്. തൊട്ടടുത്ത ആർ ബിന്ദുവിൻ്റെ ഒരു പത്ര സ്റ്റേറ്റ്മെൻ്റ് കൂടെ ഉണ്ടായിരുന്നു, ചരിത്ര വിജയം. നമ്മുടെ സംസ്ഥാനത്ത് ഒരു ചരിത്ര വിജയം ഉണ്ടായിരിക്കുന്നു. കണ്ണൂർ സർവകലാശാല പരീക്ഷ കഴിഞ്ഞ 8 ദിവസത്തിനുള്ളിൽ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. അത് പുതിയ KREAP സോഫ്റ്റ്വെയർ നടപ്പിലാക്കിയതിൻ്റെ ഗുണമാണ് എന്നുകൂടി പറയുമ്പോൾ, KREAP എന്ന സോഫ്റ്റ്വെയർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻകൈ എടുത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണെന്നും ഇതിൻ്റെ പിന്നിൽ CPM ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാകുകയാണ്. കാരണം എന്തിനു വേണ്ടിയാണ് KREAP എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ? KREAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ എല്ലാ സർവകലാശാല വിദ്യാർത്ഥികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിനാണ്. സർവകലാശാല വ്യത്യസ്തമാണ്, വ്യത്യസ്ത സ്വഭാവമുള്ളതാണ്. ആർട്സ് ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, എൻജിനീയറിങ്, മെഡിക്കൽ, വെറ്റിനറി, അഗ്രികൾച്ചർ, അങ്ങനെ വ്യത്യസ്ത സ്വഭാവമുള്ള സർവകലാശാലകളെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കീഴിൽ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്, ദുരുദ്ദേശമാണ്. കാരണം വിദ്യാർത്ഥികളുടെ ഡേറ്റ മുഴുവനും ഒരു ക്ലിക്കിൽ മന്ത്രിക്കോ CPMനോ ലഭിക്കുക എന്നുള്ള ഉദ്ദേശമാണ് അതിനകത്തുള്ളത്. അതുകൊണ്ടാണ് KREAP എന്ന സോഫ്റ്റ്വെയർ കൊണ്ടുവരുന്നത്. ഇപ്പോൾ തന്നെ കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും വളരെ എക്സ്പെർട്സായിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്. അവർ വളരെ കാര്യക്ഷമമായ രീതിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് അവിടെയുള്ള പരീക്ഷകൾ നടത്തുന്നുണ്ട്. ആ പരീക്ഷകൾ നടത്താനുള്ള ഉത്തരവാദിത്വം അത് സർവകലാശാലകൾക്കാണ്. അത് മുഴുവനും ഒരേ പോയിന്റിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പിന്നിൽ മറ്റുദ്ദേശങ്ങളുണ്ട്. വിദ്യാർത്ഥിയുടെ ഡേറ്റ മുഴുവൻ ലഭിക്കണം, വിദ്യാർത്ഥിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഉൾപ്പെടെ ലഭിക്കണം, അവരുടെ പാൻ കാർഡ്, അവരുടെ ഉൾപ്പെടെ സകല കാര്യങ്ങളും യൂണിവേഴ്സിറ്റിക്ക് ഒരു ഏജൻസി കിട്ടുക എന്ന് പറഞ്ഞാൽ, ഒരു ഏജൻസിക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ ഏത് ഡേറ്റ വേണമെങ്കിലും ഏത് ഏജൻസിക്ക് വേണമെങ്കിലും അവർക്ക് കൈമാറ്റാൻ കഴിയും.
ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എത്ര കുട്ടികൾ പട്ടിക വിഭാഗത്തിലുണ്ട്, അല്ലെങ്കിൽ ST വിഭാഗത്തിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പ് എന്താണ്, അതെല്ലാം കൺസേൺഡ് സർവകലാശാലയോട് ചോദിച്ചു കഴിഞ്ഞാൽ മിനിറ്റിനുള്ളിൽ അവിടെ എത്തിക്കും. ഇനി സർവകലാശാലകളെന്ന് പറഞ്ഞാൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് ഇപ്പോൾ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കണ്ണൂർ സർവകലാശാലയിൽ പഠിച്ചിട്ട് ആ ക്രെഡിറ്റ് മാറ്റണമെങ്കിൽ അതിനൊരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാൽ പോലെ. അത് കേരളത്തിലെ ഇപ്പോൾ ഉള്ള സർവകലാശാലയിലുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സും ഡയറക്ടേഴ്സും വിചാരിച്ചാൽ ആ കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് കെ-റീപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ രൂപീകരിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചത് വളരെ ആസൂത്രിതമായിട്ടാണ്. അതിനെ നമ്മുടെ ഉഷ ടൈറ്റസ് എന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതലയുള്ള സെക്രട്ടറി റിട്ടയർ ചെയ്തതിൻ്റെ അടുത്ത ദിവസം അവരെ അസാപ്പിൻ്റെ ഡയറക്ടറാക്കുന്നു. കെ-റീപ്പ് എന്ന പ്രോജക്റ്റ് അതിനു മുമ്പ് തന്നെ രൂപീകരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസരിച്ച് നമ്മുടെ സിലബസ് ചേഞ്ച് ചെയ്യാനും 4 വർഷത്തെ ബിരുദ കോഴ്സ് ആരംഭിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ കേരള ഗവൺമെൻറ് ശ്യാം മേനോൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ വെച്ചതിന് ശേഷം 4 വർഷ ബിരുദ കോഴ്സിൻ്റെ സിലബസും കാര്യങ്ങളും അതിൻ്റെ സിസ്റ്റം മുഴുവനും അപ്പടി പകർത്തുകയായിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി 4 വർഷ ബിരുദ കോഴ്സിൽ എക്സിറ്റ് പോയിൻറ്റ് 1-ാം വർഷവും 2-ാം വർഷവും 3-ാം വർഷവും ഉണ്ട് എന്നുള്ളത് മാറ്റി 3-ാം വർഷം മാത്രമേ എക്സിറ്റ് ഉള്ളൂ എന്നുള്ള ഒരു ഭേദഗതി മാത്രമേ കേരള ഗവൺമെൻറ് വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ അപ്പടി ഇത് നടപ്പിലാക്കാൻ തിരക്ക് കൂട്ടിയത് പിന്നെ ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പിലാക്കുന്നതിനല്ല, ഇത്തരത്തിലുള്ള കച്ചവട സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് KT ജലീൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് എല്ലാ സർവകലാശാലയിലും അദാലത്ത് നടത്തുകയും വിദ്യാർത്ഥികൾക്ക് അനർഹമായി മോഡറേഷൻ കൊടുത്ത് വിജയിപ്പിക്കുകയും ചെയ്യുന്നതിന് KT ജലീലിനോടൊപ്പം കൂട്ടുനിന്നത് ഈ ഉഷ ടൈറ്റസ് എന്ന സെക്രട്ടറി ആയിരുന്നു. അവർക്ക് റിട്ടയർ ചെയ്തപ്പോൾ നൽകിയ പാരിതോഷികമാണ് അസാപ്പ് എന്ന സ്ഥാപനം. അസാപ്പ് എന്ന് പറയുന്നത് കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി 2012 UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ ഒരു വകുപ്പാണ്. അതിനെ പെട്ടെന്ന് കമ്പനിയായി കൺവെർട്ട് ചെയ്തു. കൺവെർട്ട് ചെയ്യുന്നതിൻ്റെ പിന്നിലും ദുരുദ്ദേശമാണ്. അതിനുശേഷം ഈ കെ-റീപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന് വേണ്ടി കൊട്ടേഷൻ വിളിക്കുന്നു. അത് ഹയർ എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിനെ ഏൽപ്പിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ടെൻഡർ വിളിച്ചതിന് ശേഷം ടാറ്റ കൺസൾട്ടൻസി ഉൾപ്പെടെയുള്ള IIT പാലക്കാട് ഉൾപ്പെടെയുള്ളവർ കൊട്ടേഷൻ കൊടുത്തിരുന്നുവെങ്കിലും ആ ടെൻഡർ തള്ളിക്കളഞ്ഞിട്ട് അസാപ്പിന് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഉഷ ടൈറ്റസ് നേതൃത്വം നൽകുന്ന അസാപ്പ് പിന്നെ നൽകുമ്പോൾ അസാപ്പിന് അതിനുള്ള ഒരു ഫെസിലിറ്റിയില്ല. അസാപ്പ് മഹാരാഷ്ട്രയിലുള്ള MKCL കൈമാറുന്നു. ഇത് തന്നെയാണ് സ്പ്രിംഗ്ലറിൽ നടന്നത്. നമ്മുടെ ആരോഗ്യ രംഗത്തുള്ള രഹസ്യങ്ങൾ മുഴുവൻ സ്പ്രിംഗ്ലർ വഴി പുറത്തു പോകാൻ തീരുമാനിച്ചതിൻ്റെ അതേ മോഡലിൽ CPM-ഉം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോടെ ചേർന്ന് ഉണ്ടാക്കിയതാണ് ഈ കെ-റീപ്പും. ഇപ്പോൾ അസാപ്പിനെ ഈ പണികളെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അസാപ്പ് MKCL കൊടുത്തു എന്ന് പറഞ്ഞാൽ MKCL എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര കമ്പനി മഹാരാഷ്ട്രയിലുള്ള 8 സർവകലാശാലകളും നാഗ്പൂർ സർവകലാശാലയും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അവരെ എഗ്രിമെൻറ്റിൽ നിന്ന് ഒഴിവാക്കിയവരാണ്. അപ്പോൾ ആ ഒഴിവാക്കിയ കമ്പനിയെ ഈ വർക്ക് ഏൽപ്പിക്കുന്നു. അവർ ടെൻഡറിൽ പങ്കെടുത്തിട്ടില്ല. ഏറ്റവും പറയട്ടെ, കേരളത്തിന് ഇവിടെ ഒരു ഡിജിറ്റൽ സർവകലാശാല ഉണ്ടല്ലോ. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ പ്രോജക്റ്റ് വർക്കുകളും സോഫ്റ്റ്വെയറും ഡെവലപ്പ് ചെയ്യുന്നത്. അവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ പ്ലാനിംഗ് ബോർഡിൻ്റെ മുഴുവൻ വർക്കും പ്ലാനിംഗ് വകുപ്പിൻ്റെ കംപ്ലീറ്റ് വർക്ക് നടക്കുന്നതും ബഡ്ജറ്റ് അലോക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് ആ സോഫ്റ്റ്വെയറിലാണ്. നമ്മുടെ GSTയുടെ വർക്ക് മുഴുവൻ നടക്കുന്നത് ഇവിടെ ഇവർ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയറാണ്. അപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ ഒരിടത്തുമില്ലാതെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ടാകുന്നു. ആ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് ഇതിനുള്ള സൗകര്യമുള്ളപ്പോൾ മഹാരാഷ്ട്രയിലുള്ള ഒരു ബ്ലാക്ക് ലിസ്റ്റഡ് കമ്പനിക്ക് കൊടുത്തതിൻ്റെ പിന്നിൽ ദുരുദ്ദേശമാണ്. അപ്പോൾ ഇപ്പോൾ വ്യക്തമായിട്ട് ഒരു കാര്യം വ്യക്തമാകുന്നത് എന്താ, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ മാർക്കുകൾ മുഴുവനും കൈകാര്യം ചെയ്യുന്നത് ഇനി MKCL ആയിരിക്കും. ഇവിടെ അധ്യാപകർ പേപ്പർ വാല്യൂ കഴിഞ്ഞാൽ ആ മാർക്കിൽ എന്ത് ആൾട്ടറേഷൻ വരുത്താനും MKCL കഴിയും. ഗവൺമെൻറ് നാളെ മാറിക്കഴിഞ്ഞാലും CPM-ൻ്റെ നിയന്ത്രണത്തിലായിരിക്കും കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവി. അവരായിരിക്കും തീരുമാനിക്കുക എത്ര വിദ്യാർത്ഥികൾക്ക് ആർക്കെല്ലാം മാർക്ക് കൂട്ടി കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ
MKCL വഴി അവരത് ചെയ്യും. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ഒരു സർവകലാശാല അവരുടെ വിദ്യാർത്ഥികളുടെ ഡേറ്റ മറ്റൊരു ഏജൻസി കൊടുക്കണമെങ്കിലും കരാർ ഉപയോഗിക്കണം. ഇത് കേരള, കാലിക്കറ്റ്, ഗാന്ധി, കണ്ണൂർ സർവകലാശാലകൾ വൈസ് ചാൻസലർമാരെ മന്ത്രി നേരിട്ട് വിളിച്ച് പറയാനും ഓരൽ ഡയറക്ഷനാണ്. ഒരിക്കലും വൈസ് ചാൻസലർമാർ ഒരു മന്ത്രിയുടെ ഓർഡർ ഡയറക്ഷൻ അനുസരിച്ച് പ്രവർത്തി ചെയ്യാൻ പാടില്ല. ദൗർഭാഗ്യവശാൽ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ മന്ത്രി പറഞ്ഞത് അപ്പടി അനുസരിച്ചു. അവിടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കരാറുണ്ടാക്കിയിട്ടില്ല. ഇനി അസാപ്പുമായിട്ടാണ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ പറഞ്ഞിരിക്കുന്നത്, അസാപ്പുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കണം. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന് അസാപ്പുമായിട്ട് ഉണ്ടാക്കുന്ന എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റിയുടെ ഡേറ്റ അസാപ്പിനോ അല്ലെങ്കിൽ MKCLനോ കൈമാറാൻ പറയാൻ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന് എന്ത് അധികാരമാണുള്ളത്? ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന് പറയുന്നത് കുറച്ച് CPMകാരായിട്ടുള്ള കുറേ അധ്യാപക സെക്ഷന്മാർ ആണ് അത് നിയന്ത്രിക്കുന്നത്. അവർ ഒരു അഡ്വൈസറി ബോഡി മാത്രമാണ്. ആ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന് സർവകലാശാല ഭരണത്തിൽ കൈകടത്താനുള്ള യാതൊരു അധികാരവുമില്ല. അപ്പോൾ കേരളത്തിലെ ഓരോ സർവകലാശാലകളും ഏത് ഏജൻസിയുമായിട്ടാണോ ഈ സോഫ്റ്റ്വെയർ കാര്യത്തിൽ സർവീസ് പ്രൊവൈഡറായിട്ട് ഉദ്ദേശിക്കുന്നത് അവരുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കണം. പ്രത്യേകിച്ച് IT നിയമത്തിൽ വളരെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഡേറ്റാസ് തേർഡ് പാർട്ടിക്ക് കൈമാറാൻ പാടില്ല. ഡേറ്റ ഡയറക്റ്റായിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ, ഗവൺമെൻറ്റുമായി യൂണിവേഴ്സിറ്റിയും ആയിട്ട് ഏജൻസിക്ക് യാതൊരു കരാറുമില്ല. മന്ത്രിയുടെ ഓർഡർ ഡയറക്ഷൻ, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഒരു കത്ത്, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലുമായിട്ട് എഗ്രിമെൻ്റ് ഇല്ല, അസാപ്പുമായിട്ട് എഗ്രിമെൻ്റ് ഇല്ല, ഈ പറഞ്ഞ കരിമ്പട്ടികയിൽപ്പെട്ട MKCLുമായിട്ട് എഗ്രിമെൻ്റ് ഇല്ല. ഇതില്ലാതെ നമ്മുടെ കുട്ടികളുടെ ഡേറ്റ വളരെ ഗുരുതരമായ വിഷയമാണ്. നമ്മുടെ കുട്ടികളുടെ ഡേറ്റ സംസ്ഥാനത്തിന് പുറത്തുള്ള കരിമ്പട്ടികയിൽപ്പെട്ട ഒരു സ്ഥാപനത്തിന് കൊടുക്കുക, അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. ആ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് ശേഷം പിന്നാലെ സർവകലാശാലകൾ ഞങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്ന് പറയുക. വളരെ ഗുരുതരമായ വിഷയം. അതായത് മുഖ്യമന്ത്രിക്കും അതുകൂടാതെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഈ കമ്പനിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നല്ലേ നിലവിൽ വ്യക്തമാകുന്നത്. വാസ്തവത്തിൽ നമ്മൾ ഇവിടുത്തെ കമ്പ്യൂട്ടർ ബിസിനസ്സും സോഫ്റ്റ്വെയർ കാര്യങ്ങളും പറയുമ്പോൾ മുഖ്യമന്ത്രിയെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രിയുടെ മകൾ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അറിയാമല്ലോ, എക്സോളജിക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന വലിയൊരു നെറ്റ്വർക്കുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ട്. ആ ഫ്രീ സോഫ്റ്റ്വെയർ കമ്പനിയുമായിട്ട് ഇവർക്കെല്ലാം ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇത് ഒരു സോഫ്റ്റ്വെയർ കച്ചവടത്തിന് വേണ്ടിയാണ് കേരളത്തിലെ ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചതെന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് കച്ചവട താല്പര്യത്തോടു കൂടിയാണ്. പിന്നെ മറ്റൊരു അപകടം, ഈ മന്ത്രി പറയുന്നത് റിസൾട്ട് 8 ദിവസത്തിനുള്ളിൽ പബ്ലിഷ് ചെയ്തെന്നാണ്. പുതിയ 1, 3, 5 പരീക്ഷകൾ അത് കോളേജുകളിലാണ് നടത്തുന്നത്. ഈ കോളേജുകളിൽ പേപ്പറുകൾ നൽകുന്നത് അവിടെയുള്ള പ്രിൻസിപ്പൽ തന്നെയാണ് പേപ്പറുകൾ അധ്യാപകർക്ക് വാല്യൂ ചെയ്യാൻ കൊടുക്കുന്നത്. വിദ്യാർത്ഥികളെ പഠിപ്പിച്ച അധ്യാപകർ തന്നെയാണ് പേപ്പർ വാല്യൂ ചെയ്യുന്നത്. പേപ്പർ ഫാസ്റ്റ് നമ്പർ ചെയ്തിട്ടില്ല. അപ്പോൾ പേപ്പർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അധ്യാപകർക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് ഉയർന്ന മാർക്ക് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നിട്ടില്ല. കണ്ണൂരത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് വരുമ്പോഴത്തേക്കും മിക്കവാറും നമ്മുടെ DPEP പോലെ 90% വിദ്യാർത്ഥികളും പാസ്സായിരിക്കും. അതേപോലെ തന്നെ അൺഎയ്ഡഡ് കോളേജിലെ അധ്യാപകർ ആരും തന്നെ അപ്രൂവ്ഡ് അധ്യാപകരല്ല. പല അധ്യാപകരും ക്വാളിഫൈഡ് അല്ല. ആ അധ്യാപകരാണ് പേപ്പർ നോക്കുന്നത്. അധ്യാപകർ മാർക്ക് കൊടുക്കുകയും ആ മാർക്ക് അവർ ഈ കെയർ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യുകയും MKCL റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് എന്ത് റോളാണുള്ളത്? സർവകലാശാല പേപ്പർ വരുത്തുക, ആ പേപ്പർ ഫാസ്റ്റ് നമ്പർ ചെയ്ത് കൊടുക്കുക, അതിനുശേഷം പേപ്പർ ഇവിടെ മാർക്ക് ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്കിങ് സമ്പ്രദായമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ചെക്കിങ്ങും ഇല്ല. ആർക്ക് വേണമെങ്കിലും മഹാരാഷ്ട്രയിൽ പോയി അവരെ കണ്ടു കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന റിസൾട്ട് വാങ്ങാൻ കഴിയും. ഈ കാര്യങ്ങളൊന്നും പരിശോധിക്കാതെ 8 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞ ഖ്യാതി, ചരിത്ര നേട്ടം എന്നൊക്കെ ഒരു വിദ്യാഭ്യാസ മന്ത്രി പറയുക എന്ന് പറയുന്നത് നമുക്ക് ലജ്ജാകരമാണ്. തീർച്ചയായിട്ടും അടിയന്തരമായി കേരള, കാലിക്കറ്റ്, ഗാന്ധി സർവകലാശാലകൾ ഇതുവരെയും സോഫ്റ്റ്വെയറിലേക്ക് അവർ മാറിയിട്ടില്ല. അവരവരുടെ സിസ്റ്റം വെച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. വൈസ് ചാൻസലർമാർ അടിയന്തരമായി സോഫ്റ്റ്വെയർ ഏജൻസിയായിട്ട് എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കണം. ഈ MKCLനെ അസാപ്പിനെ ഇതിൽ നിന്ന് മാറ്റണം. ഉഷ ടൈറ്റൽസിൻ്റെ ജോലി കിട്ടി.
റിട്ടയർ ചെയ്തതിന് ശേഷം അവർക്ക് വളരെ നേരത്തെ വാങ്ങിക്കൊണ്ടിരുന്ന സാലറിയോടുകൂടി അവർക്കൊരു കമ്പനിയായി ഇരിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഉള്ളവർക്ക് കമ്പനി ആവാനായിട്ട് ജോലി ലാവണം ഉണ്ടാക്കി കൊടുക്കുക. അതിലൂടെ CPM തട്ടിപ്പ് നടത്താനുള്ള മറ്റൊരു മാർഗം സർവകലാശാല കണ്ടെത്തുക. നമ്മുടെ വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ ഡേറ്റ മുഴുവനും അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുക. വേണ്ടി വന്നാൽ വിദേശത്ത് പോലും നമ്മുടെ കുട്ടികളുടെ ഡേറ്റ കൈമാറാൻ ഇവർക്ക് കഴിയും. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ് ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണം. സർവകലാശാലകൾ അവരുടേതായിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവർ തന്നെ പരീക്ഷണം നടത്തണം. യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ മന്ത്രിക്കോ ഗവൺമെൻറ് അറിയുന്നതിന് വേണ്ടി വേണമെങ്കിൽ ഒരു കോമൺ പ്ലാറ്റ്ഫോം അവരുണ്ടാക്കുക. അല്ല, കേറിപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ അനാവശ്യമാണ്. അത് ദുരുദ്ദേശപരമാണ്. അത് ഭാവിയിൽ വിദ്യാർത്ഥികളുടെ ഡേറ്റ കൈമാറ്റം ചെയ്യാനും അതോടൊപ്പം തന്നെ പരീക്ഷാ ഫലങ്ങളിൽ ഏകീകൃത കേന്ദ്രത്തിലിരുന്നു കൊണ്ട് മാനിപ്പുലേഷൻ നടത്താനുള്ള ഒരു അവസരമായിരിക്കും ഇതിലൂടെ ഉണ്ടാവുക.